നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നേരത്തെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പെൻഷനാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷനും. ഇതുമായി ബന്ധപ്പെട്ട് 1600 രൂപ വീതമാണ് ലഭിക്കുന്നത്. മെയ് മാസത്തിൽ ഒരു മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ 3200 രൂപ വീതമാണ് വിതരണം ചെയ്തത്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി ഉണ്ടെങ്കിൽ ഈ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം മുൻകൂറായി വിതരണം ചെയ്യുമെന്നാണ് സർക്കാരുകൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി ലഭ്യമായാൽ പെൻഷൻ വിതരണം ഈ മാസം 19-ാം തീയതിക്ക് മുൻപായി തന്നെ നടക്കുന്നതുമായിരിക്കും. 62 ലക്ഷത്തോളം പേർക്കാണ് പെൻഷന്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചു വരുന്നത്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൃത്യസമയത്ത് തന്നെയാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതും. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിന് 5 കുടിശ്ശികയായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 2 ഗഡുക്കൾ നൽകി കഴിഞ്ഞു. മെയ് മാസത്തിലെ ക്ഷേമ പെൻഷന്റെ ഒപ്പം ഒരു മാസത്തെ ഗഡു കൂടി നൽകി 3200 രൂപ വീതമാണ് വിതരണം ചെയ്തത്. ഇനി 2 ഗഡുക്കൾ കൂടിയാണ് നൽകാനുമുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പായി തന്നെ ഈ 2 ഗഡു കൂടി വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പുകളുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസത്തിലായിരിക്കും ഉണ്ടാക്കാൻ സാധ്യത. ഇതിനു മുമ്പായി തന്നെ പരിപൂർണമായി കുടിശ്ശിക നിവാരണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ മാസം 1600 രൂപ വീതമായിരിക്കും പെൻഷനായി ലഭിക്കുക. കൂടാതെ ജൂൺ 3-ാം ആഴ്ച ഇതിന്റെ വിതരണം ഉണ്ടാകാൻ സാധ്യതകളും ഏറെയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷനും ലഭിക്കുന്നതിന് വേണ്ടി മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ വാർഷിക മസ്റ്ററിംഗിനുള്ള സമയം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24-ാം തീയതി വരെയാണ് വാർഷിക മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയപരിധി. 2 മാസത്തെ സമയപരിധിയുണ്ട്. അതിനാൽ സമയമനുസരിച്ച് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി തന്നെ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. വീടുകളിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവർക്കുള്ള മസ്റ്ററിംഗ് വീടുകളിൽ വന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ വാർഡ് മെമ്പറിനെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ അറിയിക്കേണ്ടതുണ്ട്. അർഹരായ എല്ലാവർക്കും തന്നെ ഈ പെൻഷൻ ലഭിക്കുന്നതുമാണ്. വാർഷിക മസ്റ്ററിംഗ് കൃത്യമായി ചെയ്താൽ മാത്രമേ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുകയുള്ളൂ. അതിനാൽ 1600 രൂപ വീതം ലഭിക്കുന്ന എല്ലാവരും തന്നെ ഈ മസ്റ്ററിംഗ് കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും പരിഹരിക്കേണ്ടതാണ്. ക്ഷേമനിധി ബോർഡ് മുഖേന പെൻഷൻ ലഭിക്കുന്നവരും സാമൂഹ്യ സുരക്ഷാ പെൻഷനായ വാർദ്ധക്യകാല പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളി ആനുകൂല്യങ്ങൾ തുടങ്ങിയ പെൻഷനുകൾ ലഭിക്കുന്നവരും ഈ മസ്റ്ററിംഗ് കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ്. പെൻഷന്റെ വിതരണം തടസ്സമില്ലാതെ തന്നെ ലഭിക്കുന്നതിന് ഇത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കുറച്ചു പേർക്ക് കൈകളിലേക്കുമാണ് എത്തുന്നത്. ഇപ്പോൾ ഇത് കൃത്യമായി തന്നെ എത്തുന്നുണ്ട്. വാർഷിക മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് എല്ലാ സംശയങ്ങളും കൃത്യമായി തന്നെ പരിഹരിച്ച് ജൂൺ 25-ന് ശേഷം ചെയ്യേണ്ടതാണ്. 2 മാസത്തെ സമയപരിധിയും ഉണ്ട്.